சிங்கப்பூர்னா பாதைக்குள் பற்றும் அந்த தீயை அணைக்கும் நீ பயமின்றி துணிந்து செல்லு. சொல்லும் நம்பாதே பரிதாபம் காட்டும் எந்த வர்க்கத்தோடும் இணையாதே. உன்னாலே முடியாதென்று ஊரே சொல்லும் நம்பாதே பொய் பரிதாபம் காட்டும் எந்த வர்க்கத்தோடும் இணையாதே. உலகத்தின் வழி எல்லாம் வந்தால் என்ன முன்பே பிரசவத்தின் வழியை தாண்ட பிறந்த எடுத்து இது காயங்கள் மாறும்
வா மனிதே மனிதே வெளியே வா மனிதன் என்ற சொல்லுக்குள்ளே அடங்காதே பெண்ணே உயரம் உலகேதான் அமர்ந்தால் உயரம் தெரியாது நீ நிமிர்ந்தே வா பெண்ணே மனிதே வெளியே வா மனிதே மனிதே வெளியே வா வெளியே வா கூண்டை கொத்திப்பார் அது திறக்கும் சிறகை நீட்டிப்பார் சீண்டெடுக்காதே அவனுக்கும் கூண்டை கொத்திப்பார் அது திறக்கும் சிறகை நீட்டிப்பார் சீண்டெடுக்காதே அவனுக்கும் மனிதே வெளியே வா 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 யாரோ வந்து சுதந்திரம் கொடுக்க நீயோடிமை இல்லையடி உன் மனதில் உன் சுதந்திரம் உண்டு நீயே உணர்ந்து கண்டுபிடி மனிதே வெளியே வா மனிதே மனிதே நீயே உன் சிறை உன்னிடம் இருந்தே வலது கால் வைத்து வெளியே ഹാപ്പി വിമൻസ് ഡേ ടു ഓൾ. എൻ്റെ മലയാളത്തിലൂടെ ഒന്ന് പെറുക്കണോട്ടാ. എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല. വിമൻസ് ഭയങ്കര ശക്തി, സ്ട്രെങ്ത്തും ഭയങ്കര ശക്തി, പവർഫുള്ളാണ് വിമൻ. അപ്പോൾ നമുക്ക് സെൽഫിഷ്നെസ് അത് ഇരിക്കാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. സെൽഫ്ലെസ് ആയിട്ട് നമ്മളും ഉയരണം, നമ്മുടെ കൂടെയുള്ള മറ്റു സ്ത്രീകളെയും നമ്മൾ ഉയർത്തണം. ഈ വിമൻസ് ഡേയുടെ ടേം എങ്ങനെ വന്നെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. വിമൻസ് ഡേ സെലിബ്രേഷൻ അറിയാലേ. ഒരുപാട് പെണ്ണുങ്ങൾ പോരാടിയിട്ടാണ് ഈ ഇന്നത്തെ ദിവസം നമ്മളൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ഒരുപാട് പേരുടെ ലൈഫ്സ് ഒക്കെ പോയത് കൊണ്ടാണ് നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് രീതിയിൽ നമ്മൾ യൂസ് ചെയ്യണം. വെറുതെ ഈ സെലിബ്രേഷൻ മാത്രമല്ല ഇത് നമുക്ക് ഒരു ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ്. ഇങ്ങനെ നമ്മളൊക്കെ ഇപ്പോൾ എത്രയോ ലക്കിയാണ് ഇങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. നമ്മളെ പോലെ വലിയ പല 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 വിമനൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരു പ്രയോറിറ്റി എൻജോയ് ചെയ്യാതെ ബേസിക് ആയിട്ട് ഒരു നെസസിറ്റി ഇല്ലാതെ പെണ്ണുങ്ങളൊക്കെ റിമോട്ട് ഏരിയാസിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കഴിയുന്നതും നമുക്ക് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാനൊക്കെ നമ്മൾ റെഡിയായിട്ട് മുൻവരണം. അതാണ് പറഞ്ഞത്. നമ്മൾ ഇത്രത്തോളം നമ്മളൊക്കെ ഉയർന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഉയർച്ചയുടെ കൂടെ നമ്മുടെ കൂടെയുള്ള സ്ത്രീകളെയും നമ്മൾ ഉയർത്തിയിട്ട് കൊണ്ടുവരണം. അതാണ് റിയൽ വിമൻ എംപവർമെൻറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹാപ്പി വിമൻസ് ഡേ ഒരിക്കൽ കൂടി. ശ്രീ ശ്രീകുമാരൻ ചേട്ടനാണ്, പ്രസിഡന്റാണ്. അദ്ദേഹവും നമ്മുടെ ഈ ഒരു ചെറിയ ഒരു പ്രോഗ്രാമിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. ചേട്ടനെ ഒരു 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. സ്വീകരണം ഏറ്റുവിടാൻ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്.
നിങ്ങൾക്ക് എല്ലാവർക്കും വനിതാ ദിന ആഘോഷങ്ങൾ പറയട്ടെ. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഞാൻ ചുരുക്കി പറയാണ്, അധികം ചരിത്രത്തിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, അത് ടീച്ചർ പറഞ്ഞു. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ത്യാഗത്തിൻ്റെ ഒരു അടയാളമാണ്, സ്നേഹത്തിൻ്റെയും. എത്രയും ഉയർന്നു എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും അവർ ഉയർന്നവരാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉദാഹരണമല്ല, നടക്കുന്ന കാര്യമാണ്. ഭർത്താവിന് സുഖമില്ലെങ്കിൽ ഭർത്താവിന് മരുന്ന് കിട്ടിയിരിക്കും, വീട്ടിൽ അച്ഛനും അമ്മേനെ ശ്രദ്ധിച്ചിരിക്കും, വീട് അടിച്ചിരിക്കും, പെരുക്കിയിരിക്കും, കോലിട്ടിരിക്കും, ഭക്ഷണം ശരിയാക്കിയിരിക്കും, കുട്ടികളെ സ്കൂളിന് നേരത്തിന് പറഞ്ഞായിരിക്കും. ആ സ്ത്രീ ജോലിക്കും പോകും, തിരിച്ചു വന്ന് അതുപോലെ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. പക്ഷെ ഭാര്യയ്ക്ക് സുഖമില്ലെങ്കിൽ വീട് അലങ്കോലമായിരിക്കും, കുട്ടികൾ നേരത്തെ സ്കൂളിൽ ചെല്ലാൻ പറ്റില്ല, അച്ഛനമ്മേനും നോക്കാൻ പറ്റൂല. അവസാന കാലം നിനക്ക് സുഖമില്ലാതെ കിടക്കാൻ കണ്ട നേരം ഇതാണോ എന്ന് ചോദിക്കും. അത്രയുള്ള പുരുഷന്മാർ. ഞാൻ അവരെ കുറ്റം പറയല്ല, അവരുടെ ശക്തി അതൊരു വശമുണ്ട്. പക്ഷെ എങ്കിലും സ്ത്രീ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്യാഗം, സ്നേഹം, റെസ്പോൺസിബിലിറ്റി, അതായത് ഒരു വീടുകൾ കൈകാര്യം ചെയ്യുന്ന അത്ര എളുപ്പവുമാണ്. ഒരു വലിയ ഒരു സ്ഥാനം, ആ ബുദ്ധി, ശക്തി എല്ലാം ഉണ്ടെങ്കിലേ അതൊക്കെ നിയന്ത്രിച്ച് പോകാൻ പറ്റും. എന്തൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ സ്ത്രീകൾക്ക് ഉണ്ടെങ്കിൽ ശക്തി നീ, പാതിരാവിൻ നിശബ്ദത്തിൽ മുങ്ങുന്ന ശബ്ദം നീ, കാറ്റിനോട് മല്ലിട്ടു നിൽക്കുന്ന മരം നീ, കടലിന്റെ ആഴങ്ങളിൽ തീ പടർത്തുന്ന തിര നീ. കരുത്തിൻ കടലായി മാറില്ല നീ.
ആഘോഷ പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സോ ഇതിലെ ഒരു മൊത്തമായിട്ടുള്ളൊരു എങ്ങനെയാണ് ഇതിൽ നോക്കി കാണുന്നത്? പിന്നെ നമ്മുടെ വനിതകൾക്കുള്ള ഒരു എന്തെങ്കിലും ഒരു സജഷൻ, നല്ലൊരു ഇത് ഒരു ചെറിയൊരു വാക്കിലൂടെ. സെലിബ്രേഷൻസ് ഞാൻ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വരാൻ പറ്റിയില്ല. ഇപ്രാവശ്യം ഞാൻ വന്നത് ലേറ്റ് അറ്റൻഡൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ കാണുമ്പം നല്ലൊരു ഗ്രാൻഡായിട്ടുണ്ട്. പക്ഷെ ഇത്രയും വനിതകൾ എല്ലാവരും ഒന്നിച്ച് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു ദിവസം സൺഡേ ആണ് എല്ലാവർക്കും കിട്ടുന്ന സമയം, ആ സമയം അവർ ഒഴിവാക്കി ഇങ്ങോട്ട് വന്ന് ഒരു കുടുംബമായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നല്ലൊരു സന്തോഷം. ഇതുപോലെ ഒരു നല്ല നല്ല മുഹൂർത്തങ്ങൾ കുറേ ഉണ്ടാവട്ടെ. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുക, നടക്കുന്നത് നല്ലത് തന്നെ. പടങ്ങളിൽ ഇങ്ങനെ മാറി മാറി ആക്ടിങ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനിയും നല്ല നല്ല ഉയരങ്ങളിൽ നല്ല നല്ല ചാൻസസ് ഒക്കെ കിട്ടട്ടെ. എങ്ങിരുന്നാലും നമ്മുടെ ശാഖയിലെ ഇപ്പോഴത്തെ ഇന്ന് വന്ന് ഇവിടെ നടന്നതിൻ്റെ കണ്ടതിൻ്റെയൊക്കെ ഒരു അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യും. എല്ലാവർക്കും എൻ്റെ വുമൻസ് ഡേ സെലിബ്രേഷൻ്റെ ഒരു ആശംസകൾ അറിയിക്കുന്നു. നല്ലൊരു സെലിബ്രേഷനായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വുമൻസ് ഡേക്ക് ഇങ്ങനെ പോയിട്ട്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. വളരെ സൂപ്പറായിരുന്നു. ചേച്ചിമാരുടെ സ്നേഹവും ഇവിടെ വരുമ്പോൾ കിട്ടുന്ന സ്നേഹം നമ്മളൊക്കെ എത്ര എവിടെയാണ്, ഞാൻ കുറേ ദൂരമാണ് ഇരിക്കുന്നത്, അയ്യപ്പാക്കത്തിലായിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്നും വരാൻ പറ്റാറില്ല. എന്നാലും ചേച്ചി വിളിച്ചപ്പോൾ ഞാനാണെങ്കിൽ സമയം കണ്ടെത്തി വന്നതാണ്, എങ്ങും പോയില്ല ഇന്ന്. അപ്പം വീണ്ടും എല്ലാവർക്കും വുമൻസ് ഡേ സെലിബ്രേഷൻ്റെ ഈ വുമൻസ് ഡേ സെലിബ്രേഷൻ എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു. എല്ലാ സ്ത്രീകളും വന്ന് ഒന്നിച്ച് ഇന്ന് കേക്ക് കട്ട് ചെയ്തു. നല്ലതായിരുന്നു. ചെയ്ത വുമൺ ആരാണ് ഈ ലോകത്ത്? ജയലളിത. ഒരു വുമണായിട്ട് നിങ്ങൾ ഏറ്റവും പ്രൗഡായി ഫീൽ ചെയ്ത മൊമെന്റ് ഏതാണ്? ഞാനൊരു അമ്മയായതിൽ സന്തോഷമുണ്ട്. ഈ ലോകത്ത് ഒരു വുമണായിട്ട് ഒരു കാര്യം ചേഞ്ച് ചെയ്യണം എന്ന് തോന്നിയാൽ നിങ്ങൾ ഏത് കാര്യമായിരിക്കും ചേഞ്ച് ചെയ്തത്? എല്ലാവർക്കും നല്ല സഹായം ചെയ്യണം, പാവപ്പെട്ടവർക്കെല്ലാം നല്ല സഹായം ചെയ്യണം എന്നൊരു നല്ലൊരു ലക്ഷ്യമുണ്ട് എനിക്ക്. വുമൻസ് റൈറ്റ്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? വുമൻസ് റൈറ്റ്, വുമൻസിന് നിറയെ റൈറ്റ്സ് ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഒരുമ ഇനിയും വരാൻ ചാൻസ് വരാൻ. എല്ലാവരും നന്നായിട്ട് സ്വതന്ത്രമായിട്ട് എല്ലാവരും ഒറ്റയ്ക്ക് പോയി പഴകണം, എല്ലാവരും എല്ലാം യാത്ര ചെയ്യണം. நெக்ஸ்ட் ஜென்ரேஷன் வுமன்ஸுக்கு நீங்கள் என்ன சொல்லணும்னு நினைக்கிறீங்க? எப்படி இருக்கணும் நீங்கள் நினைக்கிறீங்க? தைரியம், கருணை, அன்பு, பாசம், வீரம் எல்லாம் சேர்த்து എല്ലാ ജനറേഷനും ഉണ്ടാവണം. ഈ വുമൻസ് ഡേ സക്സസ്ഫുൾ റീസൺസ് എന്താണെന്ന് ഇതിൽ സക്സസ് ആകാൻ എല്ലാ ലേഡീസും, ഞങ്ങളുടെ ശാഖയിലുള്ള എല്ലാ ലേഡീസും ചേട്ടന്മാരും ഞങ്ങൾ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തു. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ പോകാനും വരാനും ഫംഗ്ഷനാണ് എല്ലാം ഭംഗിയാക്കി നടത്തി തരാൻ എല്ലാത്തിനും സപ്പോർട്ടുണ്ടായിരുന്നു. ഇന്ന് വന്ന് എല്ലാ സ്ത്രീകളും പങ്കെടുത്തു. ഞങ്ങളെല്ലാം നല്ല എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഹാപ്പി വുമൻസ് ഡേ. ഇന്ന് നടന്ന വുമൻസ് ഡേ സെലിബ്രേഷനെ പറ്റി ഒരു 4 വാക്ക്. ഇന്നത്തെ സെലിബ്രേഷൻ വളരെ നന്നായിരുന്നു. എല്ലാ അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും എല്ലാവരും വന്ന് വളരെ സന്തോഷം, നല്ല ഹാപ്പി ആയിരുന്നു ഇന്നത്തെ വുമൻസ് ഡേ സെലിബ്രേഷൻ. ഇതുവരെ ഞങ്ങൾ വുമൻസ് ഡേ സെലിബ്രേഷൻ ഇങ്ങനെ ഒരു അടിച്ചുപൊളി ഇല്ല. ഇത് നല്ല ഒരു ഇതായിരുന്നു, നല്ല പീസ് ഓഫ് മൈൻഡ്. പിന്നെ എല്ലാവർക്കും റിട്ടേൺ ഗിഫ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. എല്ലാ അമ്മമാരും വളരെ സന്തോഷത്തിലാണ്. ഈ വുമൻസ് ഡേ ഇത്ര സക്സസ്ഫുൾ ആയിട്ട് പോകേണ്ട ബാക്ക് സപ്പോർട്ട് ആരൊക്കെയാണെന്ന്? ഇതിന് വളരെ സപ്പോർട്ടീവായിരുന്നത് എൻ്റെയും എൻ്റെ ഫ്രണ്ട് സജിതയുടെ ഹസ്ബൻഡും പിന്നെ ഞങ്ങളെ ട്രഷറർ സാറും എല്ലാവരും ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് സാഗ സെക്രട്ടറി, പിന്നെ സാഗ അഡ്വൈസർ ലതീഷ് ചേട്ടൻ, പിന്നെ ട്രഷറർ ഇമാ ചേട്ടൻ, പിന്നെ എൻ്റെ ഉടൻപിറവ സഹോദരിയാണ് നമ്മളെ സജിത. എല്ലാം നല്ല, അവൾക്ക് വയ്യെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും അവരുണ്ടായിരുന്നു. പിന്നെ അതിനും പുറമെ എല്ലാ അമ്മമാരുടെയും ബ്ലെസ്സിങ്സ് ഞങ്ങൾക്കുണ്ട് ഏറെ. നമ്മുടെ ശാഖയുടെ ഡെവലപ്മെൻറ്റിന് വളരെ വളരെ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ അമ്മമാരുടെയും അനുഗ്രഹവും ഞങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഹാപ്പി വുമൻസ് ഡേ സെലിബ്രേഷൻസ് 2026. ഇന്ന് നടന്ന വുമൻസ് ഡേനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താ? വിമൻസ് ഡേ ഇന്ന് നടന്ന വിമൻസ് ഡേ കണ്ടിട്ട് എനിക്ക് വളരെ അത്ഭുതമായിരുന്നു. അമേസിങ് പെർഫോമൻസ്, ലേഡീസിനുടെ ഒരു കഴിവ്, ലേഡീസിനുടെ ഒരു എന്തോ അച്ചീവ്മെൻറ്റ്. അവർ ലേഡീസ് ഒന്ന് നമുക്ക് അമ്മയാണ്, സഹോദരിയാണ്,
പിന്നെ ഇന്നത്തെ കാലത്ത് സൈക്കിളിൽ നിന്ന് ആരംഭിച്ച് അവർ ബൈക്ക് ഓടിക്കുന്നു, സ്കൂട്ടർ ഓടിക്കുന്നു, ട്രെയിൻ ഓടിക്കുന്നു, കാർ ഓടിക്കുന്നു, ഫ്ലൈറ്റ് ഓടിക്കുന്നു, സ്പേസ് വരയ്ക്കും പോയിരിക്കുന്നു. സുനിത വില്യംസ് പോയിട്ട് വെട്ടിയായിട്ട് തിരിച്ച് ഭൂമിയിൽ ഇറങ്ങിയിരിക്കുന്നു. ഇതുകൂടെ ഇതിനപ്പുറം എന്തുകൊണ്ട് അച്ചീവ്മെൻറ്റ്? അത്രത്തോളം അവർ ഉയർന്ന നിലയ്ക്ക് വന്നിരിക്കുന്നു. ആൺപെൺ വ്യത്യാസമില്ലാത്ത ഒരു സ്റ്റേജിൽ അവരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. ഇന്നത്തെ കാലത്തെ ന്യൂ ജനറേഷൻ അമ്മമാരും പിന്നെ സഹോദരിമാരും ഭാര്യയും എല്ലാം നല്ല ഒരു ഒത്തൊരുമയോടെ നല്ല ഒരു സമൂഹത്തിലെ സ്റ്റാറ്റസോടെ അവർ ഇന്ന് ഉയർന്നു വന്നിരിക്കുന്നു. ഐ ആം വെരി ഹാപ്പി ടുഡേ. നിങ്ങളെ ഭയങ്കര ഇൻസ്പയർ ചെയ്ത വുമൺ ആരാണ് ഈ ലോകത്ത്? ഓക്കെ. ഫസ്റ്റ് ഒന്ന് ഞാൻ അതിശയമായി നോക്കിയത് ഇന്ദിരാഗാന്ധിയാണ് എൻ്റെ ഓർമ്മയിൽ അതാണ്. അതിനുശേഷം എനിക്ക് നല്ല ഒരു കട്ടുകൊപ്പായിട്ടുള്ള സ്ട്രോങ്ങാണ് വുമൺ എന്ന് പറഞ്ഞ ജയലളിത ആണ്. രാഷ്ട്രീയമൊന്നും എനിക്കില്ല, പക്ഷേ ജയലളിത ഇന്ദിരാഗാന്ധിക്കപ്പുറം ഇതിന് ശേഷം ജയലളിതയാണ് സൂപ്പർ വുമൺ. ഇതാണ് നെക്സ്റ്റ് ജനറേഷൻ വുമൻസിനെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് അവരുടെ അടുത്ത് വളരെ എനിക്ക് ഞാൻ അതിശയത്തോടാണ് ഈ ന്യൂ ജനറേഷൻ പെൺകുട്ടികളെ കാണുന്നത്. അവർ ആൺപെണ്ണെന്നുള്ള വ്യത്യാസമില്ലാതെ നല്ല സഹജമായി പഴകുന്നു. അവർ ഫ്രണ്ട്ലി ആയിരിക്കുന്നു. അതൊക്കെ കാണുമ്പം പഴയ കാലത്ത് ഒരു 20 years ബാക്ക് 30 years ബാക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് വളരെ ഒരു വ്യത്യാസമായിട്ടുള്ള അനുഭവമാണ് ഇപ്പോഴത്തെ കുട്ടികളെ പറ്റി കാണുന്നത്. സ്കൂളിൽ നിന്ന് അവർ ഇപ്പോൾ അഡ്വാൻസ് ടെക്നോളജി മൊബൈലെല്ലാം വന്ന് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായി എല്ലാം കമ്മ്യൂണിക്കേഷൻ അധികമായതിൻ്റെ കാരണത്തിനാണ് വിഴിപ്പുണർവ് കുട്ടികൾക്കെല്ലാം അധികമായിരിക്കുന്നു. ഹാപ്പി വുമൻസ് ഡേ.